ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖമാണേ. അപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണുന്നത് ഫിലോഡെൻഡ്രോൺ എന്ന് പറഞ്ഞിട്ടൊരു ചെടിയാണേ. ഇത് ഒരുപോലെ തന്നെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണേ. അപ്പോൾ അത് ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ മഴവെള്ളം കൂടുതൽ വീഴുന്നത്, അങ്ങനെ മഴ സമയത്തൊക്കെ മഴവെള്ളം കൂടുതൽ നിൽക്കുന്ന സ്ഥലത്തും വെക്കാൻ പാടില്ല. ചിലപ്പോൾ അഴുകി പോകാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ചട്ടിയിൽ ഹോളൊന്നും ഇല്ലെന്നുണ്ടെങ്കിലോ ഒക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടി അഴുകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചട്ടി എടുത്തു ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പഴയ ചട്ടിയാണ് എടുത്തത്. നേരത്തെ വേറെ ചെടി നട്ടിരുന്ന ഒരു ചട്ടിയാണ്. അപ്പോൾ അതിനായിട്ട് നല്ല ഡ്രെയിനേജ് ഹോൾ ഉണ്ടായിരിക്കണം ചട്ടിക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് കരിയില ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ നല്ല പോട്ടി മിക്സ് ഇട്ടു. പോട്ടി മിക്സ് എപ്പോഴും നീർവാർച്ചയുള്ള പോട്ടി മിക്സ് ആയിരിക്കണം. അതിനായിട്ട് കുറച്ച് നനവ് നിലനിൽക്കുന്ന പോട്ടി മിക്സും കൂടെ ആയിരിക്കണം, ഈർപ്പം. അപ്പോൾ അതിനായിട്ട് ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, മേൽമണ്ണ്, ഇത് മെയിനായിട്ട് 3 ചേർത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ മേൽമണ്ണ് നല്ലതല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് പെർലൈറ്റോ ഒക്കെ ചേർക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ മേൽമണ്ണിന് പകരമായിട്ട്. പിന്നെ ഇത് വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വേര് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് കുറേ തൈകൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. അപ്പം നല്ല ചട്ടി നിറഞ്ഞു ബുഷിയായിട്ട് നിൽക്കും. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ വലിയ ടൈപ്പ്, കുറച്ചും കൂടെ വലിയ ഇലയുള്ള ചെടി എൻ്റെ കയ്യിലുണ്ട്. ഇത് മിനിയേച്ചർ ടൈപ്പാണേ. പിന്നെ ഇതിന് വളം ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ജൈവവളമാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ രാസവളമാണെങ്കിലും ഇട്ട് കൊടുക്കാം. അത് ലിക്വിഡായിട്ടോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതിനകത്ത് കമ്പോസ്റ്റ് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇനി കുറച്ച് നാളത്തേക്ക് വളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിനകത്തുനിന്ന് വേണമെങ്കിൽ കുറേ തൈകൾ മാറ്റി മാറ്റി നടാവുന്നതാണേ. ഇപ്പോൾ ഇതിൻ്റെ ഇല ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വീട് പണി നടക്കുന്നതുകൊണ്ട് സിമെൻറ്റ് വീണിട്ട് ഇല ഈ കളറായി പോയതാണേ. ഇനിയിപ്പോൾ അത് ഞാൻ ചെടി റിപ്പോർട്ട് ചെയ്ത് മാറ്റിയൊക്കെ വെക്കുമ്പോഴത്തേന് നന്നായിട്ട് വരും. അപ്പോൾ ഇത് ഇൻഡോറായിട്ട് വെക്കാനും നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഇനിയിപ്പോൾ ഈ ചട്ടിയുടെ ഭംഗിക്കുറവൊന്നും നോക്കണ്ട. ഇതിനെ ഇൻഡോർ പോട്ട്സിനകത്ത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ചെടിയുടെ ലുക്കേ മാറിപ്പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക്